സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. അർജന്റീന പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ലോകകപ്പിൻ്റെ അവസാനം നടന്ന മത്സരത്തിൽ എതിരാളികളായി വരുന്നത് ഇംഗ്ലണ്ടാണ്. നമുക്കറിയാം, അല്പം ആശങ്കപ്പെടുത്തിയെങ്കിലും ആരാധകരെ ആശങ്കപ്പെടുത്തിയെങ്കിലും അവസാന സ്കോർ ലൈൻ നോക്കുമ്പോൾ ഏതാണ്ട് 3-1 എന്ന നിലയിൽ മികച്ച ഒരു സ്കോർ ലൈനോട് കൂടി തന്നെ അർജന്റീന മുന്നേറിയിരിക്കുന്നു. നമുക്കിപ്പോൾ ചേർന്നു ജയേഷ് പൂക്കോട്ടൂരും ഒപ്പം MSKയും. പൂക്കോ, ഒരു അർജന്റീന ആരാധകനെ സംബന്ധിച്ചത് വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അർജന്റീനയ്ക്ക് ഇത് 6ാം ലോകകപ്പ് സെമി ഫൈനൽ പ്രദേശം. ഒരല്പം ആശങ്കയുണ്ടായിരുന്നു, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരല്പം ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ സാഹചര്യങ്ങൾ ഒത്തുവന്നു. എങ്ങനെയാണ് മത്സരം മുന്നോട്ട് കാണുന്നത്? തന്നെയാണ്, എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണങ്ങൾ ഒത്തുവന്നു. സാധാരണ കുറച്ച് നാളുകളായിട്ട് ഖത്തർ ലോകകപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് അത്തരം സാഹചര്യങ്ങളും കാരണങ്ങളൊന്നും അർജന്റീനയ്ക്ക് കിട്ടാറില്ല. എല്ലായ്പ്പോഴും ഒരു ദൗർഭാഗ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ലോകകപ്പിലേക്ക് നോക്കുമ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിൽ അർജന്റീനയുടെ പെർഫോമൻസ് എക്സ്പോസ് ആകുന്ന രീതിയിൽ ഇപ്പോൾ ഗ്രൂപ്പ് റൗണ്ടിന് ശേഷമുള്ള 3 മത്സരങ്ങളിൽ എതിരാളികൾ കാണിച്ചു തന്നു. അത്രയും ഗംഭീരമായ ഓപ്പണൻസ് ആയിരുന്നില്ല ഫസ്റ്റത്തെ രണ്ടും. ഇപ്പോൾ ചെറുതാക്കി പറയില്ല, എന്നാൽ പോലും ക്യാബ് വിറച്ചാണ് ജയിച്ചത്. ഈജിപ്തിനെതിരെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട അവസാന നിമിഷമാണ് ജയം ജയിക്കുന്നത്. സ്വിറ്റ്സർലൻഡിനെതിരെയും ഏറെക്കുറെ ലീഡുണ്ടെങ്കിൽ പോലും അത്ര ആയാസകരമായിരുന്നില്ല എന്നുള്ളതാണ് പറയാൻ. അപ്പോൾ അത്തരത്തിൽ അർജന്റീന ഫാൻ എന്നുള്ളത് നോക്കുമ്പോൾ ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നേരിടാൻ പോകുന്നത് ഇംഗ്ലണ്ടിനെയാണ് എന്നുള്ളത്. അർജന്റീന, അതായത് സ്വിറ്റ്സർലൻഡിനെതിരെ വരുമ്പോൾ മാത്രമാണ് അർജന്റീന കുറേ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറേ കൂടി ഡിസിപ്ലിനുള്ള ഒരു എതിരാളിയെ കിട്ടുന്നത്. ആ എതിരാളിയെ കിട്ടിയപ്പോൾ അർജന്റീന അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിൽ 5 സ്ട്രൈക്കേഴ്സ് അർജന്റീനയുടെ 11 അവിടെ കളിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരൊരു ഡെഡ് ലോക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 72-ാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടി ബ്രിസംബ്ലോ പുറത്താവുന്നുണ്ട്. പിന്നീട് ഏകദേശം എക്സ്ട്രാ ടൈം ഉൾപ്പെടെ ഏകദേശം ഒരു 50-55 മിനിറ്റോളം, ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് അവർ അർജന്റീനയുടെ പുകൾപ്പറ്റ നിരയെ പിടിച്ചു നിർത്തിയെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സ്കോർ ബോർഡ് നോക്കുമ്പോൾ 3-1 ഗംഭീരമായ വിജയം. പക്ഷേ ആ ശേഷിച്ച 2 ഗോളുകളും പിറക്കുന്നത് അവസാന 10 മിനിറ്റിൻ്റെ ഇടയിലാണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ഒരു വിജയത്തിൽ എന്നുള്ളതാണ്. MSKയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിമർശകരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി ഈ മത്സരത്തിലും ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വിറ്റ്സർലൻഡിൻ്റെ അവസാന നിര എന്ന് പറയുന്നത് 9-10 പേരായിട്ട് ചുരുങ്ങുന്നുണ്ട്. എംബോളോ ഒരു റെഡ് കാർഡ് കണ്ട് പുറത്താകുന്നുണ്ട്. അതിൽ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം MSK, തീർച്ചയായിട്ടും അർജന്റീന വിജയങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ എപ്പോഴും വിജയങ്ങൾ അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നുണ്ട്. പക്ഷേ സംശയത്തിനിടയാക്കുന്ന ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഫൗളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റീസൺ ഉണ്ട്. കൃത്യമായിട്ടുള്ള വിശദീകരണമുള്ളൊരു ഫൗൾ തന്നെയാണ് റെഡ് കാർഡിലേക്ക് മാറുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാം മഞ്ഞക്കാർഡാണ് റെഡിലേക്ക് മാറുകയും ബോൾ പുറത്തു പോവുകയും ചെയ്യുന്നത്. പക്ഷേ എങ്കിലും അത് ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ അർജന്റീന വിരോധികൾ തയ്യാറാകണമെന്നില്ല. മത്സരം ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ സാഹചര്യങ്ങളാൽ അർജന്റീനയ്ക്ക് അനുകൂലമാവുകയാണോ അതോ എന്താണ് MSKക്ക് തോന്നുന്നത്? അല്ല, അർജന്റീന വിരോധികൾ തയ്യാറാകുന്നില്ല എന്നല്ല, അതൊരു ഫൗളാണ്. നമ്മൾ ഓക്കെ, ഞാനൊരു വിരോധി എന്നുള്ള നിലയിലല്ല ഇവിടെ നിൽക്കുന്നത്, അർജന്റീന വിരോധിയല്ല. ഇപ്പോൾ അർജന്റീന ഇപ്പം നേരത്തെ ജയേഷ് പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ ഫസ്റ്റ് റൗണ്ടിന് ശേഷമുള്ള 3 കളികളും അർജന്റീന നന്നായി ഉയർത്തിയിട്ടുണ്ട്. ഈ മത്സരത്തിലേക്ക് എടുത്ത് നോക്കുമ്പോൾ കളിയുടെ 72 മിനിറ്റ് വരെ സ്വിറ്റ്സർലൻഡ് ഗംഭീരമായിട്ട് കളിച്ചൊരു മത്സരമാണ്. ആദ്യത്തെ മിനിറ്റുകളിലൊക്കെ സ്വിറ്റ്സർലൻഡ് കയ്യിൽ തന്നെയായിരുന്നു പന്തുകളുണ്ടായിരുന്നത്. ഇതിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിലും സ്വിറ്റ്സർലൻഡ് ഗംഭീരമായിട്ട് അർജന്റീനയെ പോലുള്ളൊരു വേൾഡ് നമ്പർ 1 ടീമിനെ കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് 72-ാം മിനിറ്റിലെ ആ ഒരു ചുവപ്പ് കാർഡ്, റെഡ് കാർഡ് സ്വിറ്റ്സർലാൻഡിന് വലിയ അടിയായി മാറി. അതായത് ആ റെഡ് കാർഡ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എക്സ്ട്രാ ടൈമിലേക്കൊന്നും പോവാതെ തന്നെ സ്വിറ്റ്സർലാൻഡിന് ജയിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡ് അതേ രീതിയിലാണ്. കാരണം സ്വിറ്റ്സർലാൻഡിൻ്റെ ഗോളൊക്കെ അർജന്റീനയുടെ ഗോളുകളൊന്നും താഴ്ത്തി കിട്ടുന്നില്ല. പക്ഷേ സ്വിറ്റ്സർലാൻഡിൻ്റെ ഗോളും ഗംഭീരമായിട്ടുള്ളൊരു ഗോളായിരുന്നു. ആ റെഡ് കാർഡ് മൊത്തത്തിൽ സ്വിറ്റ്സർലാൻഡിൻ്റെ ഈ ആ മൊമെൻ്റത്ത് നഷ്ടപ്പെടുത്തി. അപ്പോൾ അർജന്റീന ഈ കഴിഞ്ഞ 3 കളികളിലും ജയേഷ് പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുന്നു, കേപ്പ് വെർഡെ ആവട്ടെ അല്ലെങ്കിൽ ഈജിപ്ത് ആവട്ടെ, അതെ, ഇപ്പോൾ ഈ സ്വിറ്റ്സർലൻഡിലാവട്ടെ, ഈ 3 ടീമുകൾ നോക്കുമ്പോൾ നമുക്കറിയുന്നൊരു അർജന്റീന ടീമുണ്ട്. അർജന്റീന ടീം എന്ന് പറയുമ്പോൾ അത്രയും പുകഴ്പെറ്റൊരു ടീമാണ്, അത്രയും മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ഒരു ടീമാണ്. ലയണൽ മെസ്സിയെ പോലുള്ളൊരു മജീഷ്യൻ ഉള്ളൊരു ടീമാണ്. അല്ല, ഞാൻ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞതിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നല്ല, കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കുന്ന സമയത്ത് റഫറിയുടെ തീരുമാനങ്ങൾ പലതും അർജന്റീനക്ക് അനുകൂലമായിരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പം ആ സമയത്ത് തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു. അതായത് വലിയ ടീമുകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്
അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്, ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ടീമുകൾക്കും അർജൻറ്റീനക്കും അത് ബാധകമാണ്. അർജൻറ്റീനക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ മാത്രം ഇപ്പോൾ അർജൻറ്റീനയുടെ ആരാധകരോ അല്ലെങ്കിൽ അർജൻറ്റീനയുടെ പിന്നെ ആ ഒരു ഫാൻ ബേസും മറ്റൊക്കെ നോക്കുന്ന സമയത്ത് അതിനെ വിമർശിക്കുന്നു എന്ന തരത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അത് നമ്മളൊരു ഫാക്റ്റാണത്. റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം. നേടാം ടയോട്ട ഗ്ലാൻസ് കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. അപ്പോൾ ക്ലാസ്സിലെ ഏറ്റവും മികച്ച കുട്ടിക്ക് എപ്പോഴും കിട്ടുന്ന അഡ്വാൻറ്റേജ് അർജൻറ്റീനക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഏറ്റവും മികച്ച കുട്ടികൾ ഒരു കുട്ടി മാത്രമായിരിക്കില്ല. അർജൻറ്റീനക്ക് ക്ലാസ്സിൽ ഒരുപാട് മികച്ച കുട്ടികളുണ്ടാവും. ഫ്രാൻസിന് അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്, ഇംഗ്ലണ്ടിന് അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. അർജന്റീന പഠിക്കുന്ന കുട്ടി ശരി നിങ്ങൾ പറയുന്നത് നമ്മൾ സമ്മതിക്കുന്നു. ക്ലാസ്സിലെ നല്ല കുട്ടി അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡാണ്. അവർ കുറേ കൂടി ഡിസിപ്ലിൻ ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസ് ആയിട്ടുള്ള അച്ചടക്കത്തോടെ കളിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ ക്ലാസ് ലീഡർ ഗ്രാൻഡിസാക്കിയൊക്കെ ഗംഭീരമായൊരു ലീഡറാണ്. പക്ഷേ ഇന്നൊരു മണ്ടത്തരമാണ് ആ കുട്ടി ചെയ്തത്, പ്രത്യേകിച്ച് ബ്രെയിലമ്പളോ. ഒന്ന് വാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും കണിശമായി നോക്കുന്ന എതിരാളികൾ അർജന്റീനയുടെ മത്സരത്തിൽ എന്തായാലും കുറച്ചധികം നോക്കുമെന്നൊക്കെ എതിരാളികൾ പറഞ്ഞു നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ അത്തരത്തിലൊരു ഡൈവൊക്കെ ചെയ്ത്, അത് കൻസാസ് സിറ്റിയിലെ സ്റ്റേഡിയത്തിൽ ബ്രാഡ് പിറ്റ് കളി കാണുന്നുണ്ടായിരുന്നു. ബ്രാഡ് പിറ്റ് പോലും തോറ്റുപോകുന്ന അഭിനയമാണ് എംബോള നടത്തുന്നത്. അതായത് പാരഡൈസായിട്ട് ചെറിയ രീതിയിലൊരു ഷോൾഡറിങ് ഒന്നും തള്ളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ, അതായത് അദ്ദേഹത്തിന് റെഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു വാണിംഗ് കിട്ടാൻ പാകത്തിലാണ് എംബോള ഒരു ഡൈവ് ചെയ്തത്. ശരിക്കും ആ സമയത്ത് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായിരുന്നു. കൃത്യമായ മൊമെൻറ്റ് സ്വിറ്റ്സർലാൻഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു 72 മിനിറ്റ് വരെയൊക്കെ നല്ല രീതിയിൽ മൊമെൻ്റ് അവർക്കുണ്ട്. അടിച്ച ഷോട്ടുകൾ പൊസിഷന് ഉണ്ട്, എന്താ സംശയം. ഷോട്ടുകളൊക്കെ കൃത്യമായിട്ട് സ്വിറ്റ്സർലൻഡിനുണ്ട്. എംബോളോ കൂടി ഫുൾ ടൈം കളിക്കുകയാണെങ്കിൽ ആ 90 മിനിറ്റിനകം തന്നെ വിധി ചിലപ്പോൾ മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഒരാൾ ചുരുങ്ങിയിട്ട് പോലും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 50-55 മിനിറ്റോളം കളിച്ചിട്ട് പോലും അർജന്റീനയ്ക്ക് അവസാന നിമിഷം വരെ വേണ്ടി വന്നു. അപ്പോൾ ആ മണ്ടത്തരം അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ക്ലാസ്സിലെ നല്ല കുട്ടിക്ക് മാർക്ക് വാങ്ങി പോകുമായിരുന്നു. അല്ല ഇതില് മറ്റൊന്നെന്ന് വെച്ചാൽ ഇതിലിപ്പം ഈ കളി കഴിഞ്ഞതിന് ശേഷം അർജന്റീന ആരാധകർക്ക് ഇത് ആഘോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ കളിയുടെ ഈ 3-1 എന്നുള്ള സ്കോർ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഏകപക്ഷീയ വിജയമാണെന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. എങ്കിലും അതൊരു ഏകപക്ഷീയ വിജയമായിരുന്നില്ല. കാരണം 72 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള അത്ര തന്നെ സമയം ഈ സ്വിറ്റ്സർലൻഡ് 10 പേരുമായിട്ട് ഇവരെ പിന്നെ പ്രതിരോധിച്ച് നിന്നിട്ടുണ്ട്. അവസാന നിമിഷങ്ങൾ അവർ ഒരുപക്ഷെ ഒരു എക്സ്ട്രാ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിച്ച് പിന്നെ കളി പിടിക്കാം എന്നുള്ള ധാരണയിലായിരുന്നു. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപാട് പിന്നെ എന്താ ഈ അർജൻറ്റീനയെ പുകഴ്ത്തിയിട്ടുള്ള ഇത് വരുന്നുള്ള ഒരു സമയത്തുള്ള, ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ മറ്റേ കേപ്പ് ബാർഡയായിട്ടുള്ള മത്സരങ്ങളിൽ ഇവർ അർജൻറ്റീന ജയിച്ച സമയത്ത് കേപ്പ് ബാർഡയുടെ പിന്നെ ഗോളി ബൊസീഞ്ഞയും മറ്റുമൊക്കെ ബേസ് ചെയ്തിട്ട് പിന്നെ ചെകുത്താനേക്കാൾ മുകളിലാടാ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള കുറേ ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കളി കണ്ടവർക്ക് എത്രത്തോളം അത് ഒരാളെ ചെകുത്താനാക്കുകയാണ്, ഒരാൾ ദൈവമാക്കുകയാണ്. ഞാൻ എതിർക്കുന്നത് ആ രീതിയിലുള്ള ഒരു സംഭവത്തെയാണ് ഞാൻ എതിർക്കുന്നത്. അല്ല, പക്ഷെ അവിടെ ഒരാൾ ചെകുത്താനാവുന്നു. ഒരാളെ ചെകുത്താൻ എന്ന് പറയുമ്പോൾ ഒരു ഇവിൾ നമ്മൾ ഞാൻ പറയുന്നത് ഈ മഹത്വവൽക്കരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ റെഡ് ഡെവിൾസ് എന്നാണ് പറയപ്പെടുന്നത്. ബെൽജിയം ഡെവിൾസ് ആണ്. ഇന്ത്യക്ക് ആദ്യമായി ഒരു ലോകകിരീടം നേടിക്കൊടുക്കുന്നത് കപിലിന്റെ ചെകുത്താന്മാരാണ്. ആയിക്കോട്ടെ, ഞാനതിനെ എതിർക്കുന്നില്ല. അങ്ങനെ ഒരു പ്രയോഗമുള്ള സമയത്ത് അപ്പുറത്തൊരു ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ആ പ്രയോഗം മറ്റൊരു ടീമിനെതിരെ ചാർത്തുന്ന സമയത്ത് അതൊരു തെറ്റാണ്. അവിടെ കപിൾസ് ഡെവിൾസ് എന്നുള്ളത് അത് മാത്രമാണ്. അവിടെ വേറൊരു ദൈവം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. റെഡ് ഡെവിൾസ് അവർ മാത്രമാണ്. അതൊരു പ്രയോഗം. പക്ഷേ ഒരു കളി ജയിക്കുമ്പോഴത്തേക്കും ഒരാൾ ചെകുത്താനും മറ്റേയാൾ ദൈവമാകുന്ന ആ ഒരു മഹത്വവൽക്കരണത്തിനെയാണ് ഞാൻ എതിർക്കുന്നത്. നമുക്കിപ്പോൾ ഈ പ്രേക്ഷകരെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിൽ പലരും വിമർശിക്കുന്ന സീസണൽ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന പുതിയ ആരാധകരെ ഞാൻ ആ വിഷയത്തിലേക്കല്ല വരുന്നത്. ആരാധകരെ സംബന്ധിച്ചാണെങ്കിൽ ഈ റെഡ് കാർഡിന് പിന്നിൽ ഒരു സംശയം ഉണ്ടായിരിക്കും. പക്ഷേ അതിനുള്ള ഒഫീഷ്യൽ ഒരു വിശദീകരണം കൂടി നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇത് ഇപ്പോൾ എന്തുകൊണ്ട് എംബോളയ്ക്ക് ഈ റെഡ് കാർഡ് കിട്ടിയെന്നുള്ളത്, അദ്ദേഹം ആദ്യം ഒരു മഞ്ഞക്കാർഡ് കണ്ടിരുന്നു, ഒരു ഫൗളിൻ്റെ പേരിൽ ഒരു വാർണിംഗ് കണ്ടിരുന്നു. രണ്ടാം മഞ്ഞക്കാർഡ് കണ്ടാണ് അദ്ദേഹം പുറത്താകുന്നതാണ്. 2 മഞ്ഞക്കാർഡ് കണ്ടാൽ അദ്ദേഹം റെഡ് കാർഡിലേക്ക് അത് സ്വാഭാവികമായിട്ട് മാറുകയും അത് പുറത്താവുകയും ചെയ്തു. ഇനി ആ രണ്ടാമത്തെ മഞ്ഞ കാർഡിന് ഉണ്ടായ കാരണം എന്താ വെച്ചാൽ ഫുട്ബോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ സിമുലേഷൻ അഥവാ ഡൈവിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഇല്ലാത്ത ഒരു ഫൗള് നടന്നു എന്ന് റഫറിയെ തെറ്റിദ്ധരിപ്പിച്ച് ആനുകൂല്യം നേരിടുക. അതും ബോക്സിനകത്താണെങ്കിൽ പെനാൽറ്റിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമവും തോന്നുന്നു. പക്ഷേ ആദ്യം പാരഡൈസിന് അതിനൊരു ഒരു വാർണിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അത് വാറിലേക്ക് പോവുകയും അവിടെ ഒരു ഫൗൾ നടന്നിട്ടില്ല, ശരിയായിട്ട് ഫൗൾ നടന്നിട്ടില്ല എന്നും എംബോള അഭിനയിക്കുകയായിരുന്നു എന്നും മനസ്സിലാക്കിയത്. ആ ഒരു തെറ്റിദ്ധാരണയ്ക്ക്
ശ്രമത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു മഞ്ഞക്കാർഡ് നൽകിയതും നേരെ മറിച്ച് അത് 2 മഞ്ഞക്കാർഡുകൾ ചേർന്ന് റെഡായി മാറി അദ്ദേഹം പുറത്താവുകയും ചെയ്യുന്നത്. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ നമ്മൾ കളി കണ്ടിരുന്ന സമയത്ത് ആകെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ആദ്യം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. തുടക്കത്തിൽ ഗോൾ നേടുന്നുണ്ട് അർജന്റീന. പക്ഷേ എങ്കിലും കളിയിൽ ഒരു ഘട്ടത്തിലും അവർ മേധാവിത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച തോന്നുന്നില്ല. നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അർജന്റീന 2 ഗോൾ അല്ലെങ്കിൽ ആദ്യം ലീഡ് എടുത്തതിന് ശേഷം അത് നിലനിർത്താൻ പാടുപെടുന്ന ടീമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ക്വാർട്ടർ ഫൈനലിൽ അതും എതിരാളികൾ സ്വിസ്സായി വരുമ്പോൾ അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു മുൻതൂക്കം അവിടെ നേടേണ്ടതുണ്ട്. ഒരു ലീഡ്, ഒരു അപ്രതിരോധമായിട്ടുള്ളൊരു ലീഡ് നേടേണ്ടത്. എന്തുകൊണ്ടാണ് അർജന്റീന നേരെ മറിച്ച് ഒരു ഗോൾ കൂടി അടിച്ചുകൊണ്ട് ഒരു സുരക്ഷിത നിലയിലേക്ക് പോകാൻ ശ്രമിക്കുക? കളി കണ്ടെന്ന് വരുന്ന ഒരു സാധാരണക്കാരൻ അതായിരിക്കും ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവുക. പകരം അവർ ഒരു ഗോൾ ലീഡിൽ അടിച്ചു തൂങ്ങി അവസാനം വരെ പോവുകയും അവസാനം ഗോൾ വഴങ്ങി വീണ്ടും ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അർജന്റീനയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അവർക്ക് ശ്രമിച്ചാൽ ഒരു ഗോൾ കൂടി വീഴുമായിരുന്നു. അപ്പോൾ ആ ഒരു തന്ത്രമാണോ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ശരിക്കും? മറുഭാഗത്ത് സ്വിസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മികച്ച ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവത്തിലാണ്. അതായത് പരിക്ക് കാരണം മനസ്സഭ അദ്ദേഹം കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കളിയുടെ ഗതി തന്നെ മാറിപ്പോകുമെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതിൽ 3-3 രീതിയിൽ വന്ന മത്സരങ്ങളാണ്. അപ്പോൾ കേബർഡേക്കെതിരായ മത്സരം ഈ ഒരു വിധം ഫൈറ്റ് അർജന്റീനയെ എന്നല്ല ലോകത്ത് ആരും പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷേ ആ വിധം അപ്രതീക്ഷിതമായിട്ടൊരു ഫൈറ്റ് വരുന്നു ആ രീതിയിൽ. ഈജിപ്തിലേക്ക് വരുമ്പോൾ ഈജിപ്ത് നല്ല വിങ്ങർമാരുണ്ട്. അർജന്റീനയുടെ വിങ് ബാക്സിന് അത് നല്ല രീതിയിൽ പണി കൊടുക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഒമർ മർമോഷിനെ അവർ ഫസ്റ്റ് ലെവലിൽ കളിപ്പിച്ചിരുന്നില്ല. ആ രീതിയിൽ അവർ പ്ലാൻ മാറ്റിയാണ് കളിച്ചത്. പക്ഷേ അർജന്റീനയ്ക്ക് ഇതാവുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സ്വിറ്റ്സർലൻഡിനെതിരെ വരുമ്പോഴും ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നോക്കുമ്പോഴേ ഇത്തരം അവസ്ഥകളൊക്കെ അർജന്റീന തരണം ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് അർജന്റീനയെ നമ്മൾ ഇത്ര നാളായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാധാരണ ഈ അവസ്ഥകളൊക്കെ അർജന്റീന താഴേക്ക് പോകുന്ന അർജന്റീനയാണ് നമ്മൾ കാണാറുള്ളത്, തല താഴ്ത്തുന്ന മെസ്സിയാണ് കാണാറുള്ളത്. പക്ഷേ ഈ ഏതവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പണൻ്റ് നമ്മളിപ്പോൾ വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ടീമിനെയും നമ്മൾ പ്രത്യേകിച്ച് നോക്കൗട്ട് കളിക്കുന്ന ഒരു ടീമിനെയും നമ്മൾ ചെറുതാക്കി പറയാൻ പാടില്ല. ഏത് ടീമിനെയും ഏത് രീതിയിലാണെങ്കിലും ഇപ്പോൾ ഗോൾ വഴങ്ങിയിട്ടാണെങ്കിലും എക്സ്ട്രാ ടൈമിലേക്ക് നിന്നിട്ടാണെങ്കിലും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് അർജന്റീനയ്ക്ക് വന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ഇനിയിപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾ കൊടുക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ മുന്നിലേക്ക് വന്നാൽ 4-5 വാങ്ങുന്നൊക്കെയാണ്. അപ്പോൾ അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മത്സരവും ഓരോ രീതിയാണ്. അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനായിരിക്കും ഉറപ്പായിട്ടും സ്കലോണി എന്തായാലും വിന്യസിക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ കുറേ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിഫൻസീവ് മിഡും കുറേ കൂടി പഴുതടച്ച രീതിയിൽ തന്നെയുള്ളൊരു രീതിയിൽ തന്നെയായിരിക്കും സ്കലോണി വിന്യസിക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഗോളുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ഗോളുകൾ വന്നു. ഇപ്പോൾ ഫസ്റ്റ് മാക്കലിസ്റ്റർ അടിക്കുന്ന ഗോള് നല്ല ഗോളാണ്. മെസ്സിയുടെ ഒരു ഗംഭീരമായൊരു കോർണറിൽ നിന്ന് പെർഫെക്റ്റ് ഫാർ പോസ്റ്റ് നോക്കിയിട്ട് മാക്കലിസ്റ്ററുടെ ഒരു ഹെഡർ വരുന്നു. മെസ്സിയുടെ 10ാമത്തെ ഗോൾ കോൺട്രിബ്യൂഷനാണ്. ഈ മത്സരത്തിൽ ഗോളില്ല, തുടർച്ചയായി 10ാം മത്സരത്തിൽ ഗോൾ അടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 9-ൽ അത് ആ ഒരു റെക്കോർഡ് മുറിയേണ്ടി വന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ 10ാമത്തെ ഗോൾ കോൺട്രിബ്യൂഷനായി 8 ഗോളും. അതെ, 10ാം നമ്പറിൽ 10 അസിസ്റ്റ്. പക്ഷേ 10 ഗോൾ നേടാനായില്ല. അതെ, 10ാം മിനിറ്റിലാണ് വന്നത്. അങ്ങനെ ഒരു കൗതുകം കൂടിയുണ്ട്. പിന്നീടാണ് എൻഡോയുടെ ഒരു പകരം ഗോൾ വരുന്നത്. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയപ്പോൾ അതായത് 72 മിനിറ്റിൽ എംബോളോയ്ക്ക് റെഡ് കിട്ടിയ ശേഷം പിന്നീട് അവർ 90 മിനിറ്റ് പ്ലസ് 8 മിനിറ്റും പിടിച്ചു നിന്നപ്പോൾ സ്വിറ്റ്സർലൻഡിന് മനസ്സിലായി ബസ് പാർക്ക് ചെയ്ത് ഷൂട്ടൗട്ടിലേക്ക് എങ്ങനെയും കളി നീട്ടിക്കൊണ്ടുപോകാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു പിന്നീട് സ്വിറ്റ്സർലൻഡ് കളിച്ചത്. അതാണ് ആ സമയത്ത് കുറേ കൂടി, അതായത് ഗോൾ അടിച്ച ശേഷം ഒരു പ്ലെയർ റെഡും കൂടി വാങ്ങിപ്പോയല്ലോ, ഇനി കുറേ കൂടി ഡിഫൻസീവ് കളിച്ചാലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് അർജന്റീന തിരിഞ്ഞു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പിന്നീട് സ്ട്രൈക്കേഴ്സിനെ അധികം കൊണ്ടുവന്നപ്പോൾ 102ാം മിനിറ്റിലാണ് അടുത്ത ഇത് വരുന്നത്, സബ്സ്റ്റിറ്റ്യൂഷനും ഇതൊക്കെ വരുന്നത്, സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എക്സ്ട്രാ ടൈമിൽ തന്നെ തീർക്കണം. ഏതെങ്കിലും തരത്തിൽ പെനൽറ്റി ഷൂട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗ്യനിർഭാഗ്യത്തിൻ്റെ കാര്യം അവിടെയുണ്ട്. പക്ഷേ അത് ഒരു മിഡിനെ പിൻവലിച്ച് ലൗട്ടാറെ ഇറക്കുന്നുണ്ട്. അതെ, ആക്രമണത്തിന് തന്നെയാണ് ശ്രമിച്ചത്. സൂപ്പർ സബായി മാറുന്നു. എക്സ്ട്രാ ടൈമിൽ ആ സമയത്ത് 5 സ്ട്രൈക്കേഴ്സ് അർജന്റീനയ്ക്ക് അവിടെ കളിക്കുന്നുണ്ട്. എന്നിട്ടും പൂട്ടുപൊളിക്കാൻ വലിയ രീതിയിൽ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഹൂലിയൻ്റെ അതായത് ബസ് പാർക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, അതായത് 1-on-1 കയറാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണോ, അത് കൃത്യമായിട്ട് ഹൂലിയൻ അൽവാരസ് ചെയ്തു. അൽവാരസിൻ്റെ ഈ വേൾഡ് കപ്പിലെ ആദ്യത്തെ ഗോളാണത്. ആ ഗോൾ തന്നെ ഏറ്റവും അവിസ്മരണീയമായ രീതിയിൽ, അതായത് ലക്ഷണമൊത്തൊരു ഗോൾ തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള വെയിറ്റുണ്ട്, പവറുണ്ട്, കേളുണ്ട്, പക്ക പൊസിഷനിങ് ആണ്. ഗോൾ നല്ല ട്രൈ നടത്തിയിട്ടില്ല, പക്ക പൊസിഷനിങ് ആയിരുന്നു. പക്ഷേ അത് ഗംഭീരമായിട്ട് പോസ്റ്റിൽ തൂങ്ങിയിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഗംഭീരമായ ഗോള്. പിന്നീട് അർജന്റീന നല്ല കോൺഫിഡൻസിലായി. അങ്ങനെയാണ് ലൗതാരോയുടെ ഗോള് വരുന്നത്. അൽമാഡ ഓടി വന്ന് ട്രൈ ചെയ്യുന്നു, അത് റീബൗണ്ടാണ് ലൗതാരോ അടിക്കുന്നത്. പക്ഷേ അത് അപ്പുറത്ത് റൈറ്റ് വിങ്ങിൽ മെസ്സി ഉണ്ടായിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ മെസ്സിക്ക് ഒരു പാസ് വന്നു കഴിഞ്ഞാൽ
അവിടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫുട്ബോളറാണ്, അവർ ഗോളെ ട്രൈ ചെയ്യുന്നുള്ളൂ, ഒരു സേഫാക്കുക, കംപ്ലീറ്റ് സേഫാക്കുക എന്നുള്ള ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലൗതാരോയുടെ ഒരു ഗോളും വരുന്നു. ഒരർത്ഥത്തിൽ പല ആശങ്കകളും ഉണ്ടെങ്കിലും ലൗതാരോ ഹൂലിയനൊക്കെ ഗോളടിച്ചു എന്നുള്ളത് അർജൻറ്റീനയ്ക്കും ആ പ്ലെയേഴ്സിനും വലിയ പോസിറ്റീവ് നൽകും. പ്രത്യേകിച്ച് ഇനി ഇംഗ്ലണ്ടിനെതിരെ പോകുമ്പോൾ ഇംഗ്ലണ്ടിനെയും നല്ലൊരു ഫൈറ്റ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രമാത്രം ഗംഭീരമായ മത്സരം അതിജീവിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് വരുന്നത്. ഈ ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കുമ്പോഴേ അതിൽ ഈ ഒരു ഗെയിമിനെ സംബന്ധിച്ച് ഹെഡ് ടു ഹെഡ് ഒരു റെക്കോർഡ് എത്രത്തോളം ആത്മവിശ്വാസം പകരുന്നത്. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇത് ഓരോ കളിയും പുതിയ കളിയാണെന്നുള്ളത്. പക്ഷേ ഇവിടെ നോക്കുക, സ്വിറ്റ്സർലൻഡ് ഇതുവരെ തോൽപ്പിച്ചിട്ടില്ല എന്നൊരു ആത്മവിശ്വാസം തുടക്കത്തിൽ തന്നെ അർജൻറ്റീനയ്ക്ക് ഉണ്ടാകാം. ഞാനൊരു ഗെയിമിൻ്റെ വലിയ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അതായത് നമ്മളെ തോൽപ്പിക്കാത്തൊരു ശക്തിക്ക് മേൽ ഒരു അട്ടിമറി ജയമോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. മറുഭാഗത്ത് ആ ഒരു കമ്പാരിസൺ വരുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസ കുറവുണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. 8 കളികൾ കളിച്ചിട്ടുള്ളതിൽ ഇതിന് മുമ്പ് 6 കളിയും ജയിച്ചത് അർജൻറ്റീനയായിരുന്നു. ഇതും കൂടെ ചേർത്തിട്ടിപ്പോൾ 7ാമത്തെ ജയം അർജൻറ്റീന കുറിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കളിയിൽ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവം, കഴിഞ്ഞ കളിയിൽ നമ്മൾ പറഞ്ഞതാണ്, ഗോളി പന്ത് കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് ഏറ്റവും ബാലപാഠമാണ്. അതിന്ന് എമി ചെയ്യുന്നുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പന്ത് തട്ടി അകറ്റുന്നില്ല, കാരണം റീബൗണ്ടിനുള്ള സാഹചര്യം അദ്ദേഹം സൃഷ്ടിക്കുന്നതേയില്ല. അത് പലതവണ അർജൻറ്റീന രക്ഷിച്ചിട്ടുണ്ടെന്ന് കാണാം. കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ കുറച്ചുകൂടെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഗോൾ വഴങ്ങുന്നത് അല്ലെങ്കിൽ നിർണായക ഗോൾ വരുന്നത് അങ്ങനെയാണ്, ബെൽജിയത്തിൻ്റെ പോസ്റ്റിൽ ഗോൾ വീഴുന്നത്, രണ്ടാമത്തെ ഗോൾ വീഴുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് എമി ഒരു പാഠം അവിടെ നൽകുന്നുണ്ട്. അതായത് പന്ത് ഷോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ പിടികൂടുക, ഉറപ്പിക്കുക എന്ന് അത് ഒന്നിലേറെ തവണ നമ്മൾ കാണുകയും ചെയ്തു. അപ്പം സാഹചര്യം അങ്ങനെയാണ്. സ്വിസിനെതിരെ വ്യക്തമായിട്ടുള്ള ചരിത്രം അവർക്കുമുണ്ട്. രണ്ടാമത്തെ മത്സരം ജയ്ഷാദിന് തുടക്കം വിട്ട് കഴിഞ്ഞു. എന്നാലും രണ്ടാമത്തെ മത്സരം വരുമ്പോൾ ഇനി ഇംഗ്ലണ്ടാണ് എതിരാളി. ഇംഗ്ലണ്ടിന് ഇന്നലെ കളിച്ച കളി എന്ന് പറയുന്നത് അസാധ്യമായിട്ടൊരു കളിയായിരുന്നു. അവരുടെ എനിക്ക് തോന്നുന്നു ശരിക്കുള്ള ഇംഗ്ലണ്ടിൻ്റെ ഹീറോ എന്ന് പറയുന്നത് കെയ്നല്ല, മറിച്ച് ബെല്ലിംഗ്ഹാമാണ്. അത് നമ്മളെ എന്താ മനയിലെ യഥാർത്ഥ നാഗവല്ലി മറ്റേ ആൾ കഷിയ എന്ന് പറയുന്നത് പോലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന. അപ്പോൾ ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു ഡബിൾ, അദ്ദേഹം രണ്ടാമത്തെ മത്സരത്തിൽ ഡബിൾ അടിക്കുന്നു. അദ്ദേഹം 6ാം ഗോളുമായി കെയ്നൊപ്പം എത്തുന്നു. അദ്ദേഹവും ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലേക്ക് വരികയാണ്. ഇനിയിപ്പോൾ ഗോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെറും 2 ഗോളിൻ്റെയാണ്. ഒരു ഡബിൾ അടിച്ചാൽ അദ്ദേഹം ടീമിലേക്ക് വരും. അപ്പം ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഇംഗ്ലണ്ട് 1966 ശേഷമുള്ള ഒരു മികച്ച പ്രകടനം. 2018 അവർ സെമി കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്രൊയേഷ്യയോട് തോറ്റ് പുറത്താവുന്നു. പക്ഷേ ഇംഗ്ലണ്ട് ഒരു വലിയ ചലഞ്ചാണ് അർജൻറ്റീനയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഒരു ചെക്ക് വെക്കാൻ പോവുകയാണോ ഇംഗ്ലണ്ട്? ഇപ്പോൾ ഈ സെമി ഫൈനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഫസ്റ്റ് 4 ടീമുകളാണ് ഈ സെമി ഫൈനലിൽ മാറ്റിയെടുക്കുന്നത്. അത് ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ 4 പേരും സെമി ഫൈനലിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായിട്ടൊരു ക്വാളിറ്റിയാണ്. അത് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റാങ്കിങ്ങിൽ ആദ്യത്തെ 4 സ്ഥാനക്കാർ സെമിയിലെത്തുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. കാരണം ഏറ്റവും എന്തുകൊണ്ട് ആ റാങ്കിങ് വിജയിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥം. കാരണം റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ 4 പേരും വരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് ഈ ലോകകപ്പിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ടീമുകളിലൊന്നാണ്. അർജൻറ്റീനയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ടീമാണ്. അർജൻറ്റീന ഇപ്പം ജേഷ് പറഞ്ഞൊരു പോയിന്റ് കൃത്യമാണ്. കാരണം അർജൻറ്റീനയുടെ കളികളൊക്കെ ആയിരുന്നു, ഏറ്റവും ആവേശമുള്ള കളികളൊക്കെ അർജൻറ്റീനയുടേതായിരുന്നു. അത് മറ്റ് ടീമുകളൊക്കെ നോക്കുന്ന സമയത്തും ഫ്രാൻസ് ജയിച്ചിരിക്കുന്ന പല കളികളും ആധികാരികമായിട്ടൊരു വൺ ലൈൻ എന്നുള്ള ലൈനിൽ തന്നെയായിരുന്നു. പക്ഷേ അർജൻറ്റീന ഓരോ കളികളും അത്രയും കഷ്ടപ്പെട്ടും അത്രയും പോരാടിയും അത്രയും ഇതൊക്കെ ആയിട്ടാണ് ജയിച്ചത്. നമ്മൾ ഈസിലി വാക്ക് ഓവർ ആയിരിക്കും അർജൻറ്റീനക്ക് എന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. കാരണം അവരുടെ ഫിക്സറൊക്കെ ആ ലൈനിലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ ഫിക്സറിനേക്കാൾ അപ്പുറം അവരുടെ പെർഫോമൻസും മറ്റും നോക്കുമ്പം അവരെല്ലാ കളികളും അവരുടെ ദുർബലതകൾ കൂടി വെളിവായി കൊണ്ടിരുന്ന കളികളായിരുന്നു. അവരുടെ പ്രതിരോധം തകർന്ന മത്സരങ്ങളായിരുന്നു പല ഈ കഴിഞ്ഞ 2-3 മത്സരങ്ങൾ. അർജന്റീനയ്ക്കെതിരെയുള്ള ഒരു ആരോപണം ആ ടോപ്പ് 10 ടീമുകൾ നേരിട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണ് അവർ ഈസി എതിരാളികളെ. അതെ, അപ്പോൾ ഇനി അതൊക്കെ നോക്കുന്ന സമയത്ത് മാത്രമല്ല അവരുടെ പ്രതിരോധം പലപ്പോഴും പാളുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിങ്ങുകളിലുള്ള പ്രശ്നങ്ങൾ അവിടെ കൃത്യമായിട്ട് നേളിക്കുന്നുണ്ട്. മെസ്സിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതി ഒരു ഘട്ടത്തിൽ അഡ്വാൻറ്റേജ് ആണെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അത് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകത മെസ്സിക്ക് അപ്പുറം 1-2 പേർ ഗോളടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇത്ര ഏറ്റവും കൂടുതൽ കളിച്ച ഒരു ടീമാണ്. പല മത്സരങ്ങൾ അവർ എക്സ്ട്രാ ടൈമിലേക്കും പോയൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അവർക്ക് അത്രയും ഈ പ്രഷർ സിറ്റുവേഷൻ അതിജീവിച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടാവും. പക്ഷേ ഇംഗ്ലണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലണ്ടാണ് മേ ബി അർജൻറ്റീനയെ തോൽപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിലൊന്ന്. മെയിൻലി ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നൊക്കെ നോക്കുന്ന സമയത്ത് അവർ കുറച്ചുകൂടി എന്താ പറയുക കൃത്യമായിട്ട് പ്ലേസ് ടു പ്ലേസ് കൃത്യമായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അവർ കുറച്ചുകൂടി എതിരാളികളെ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നോർവേ ഫസ്റ്റ് ഗോൾ അടിക്കുന്ന സമയത്ത് അതെ സ്വാഭാവികമായിട്ടും നോർവേ ഹാലണ്ട് അവിടെ ഉണ്ട്. ഹാലണ്ട് എന്നുള്ള വേൾഡിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളുണ്ട്. അപ്പോൾ ഒരു ഗോളിന് പിന്നിൽ നിന്ന് അവർ വരുന്ന ഒരു വരവുണ്ട്. ആ വരവ് എന്ന് പറഞ്ഞാൽ
അടുപ്പിച്ചാണ് ഒരു 5-6 മിനിറ്റിൻ്റെ ഡിഫറൻസിലൊക്കെയാണ് ഗോൾ അടിച്ചു കൂട്ടുന്നത്. അപ്പം ബെല്ലിംഗ്ഹാം ഗോൾ അടിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രത്യാക്രമണത്തിൻ്റെ ആ ഒരു ശൈലി നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് അർജൻറ്റീനയെ തോൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇതൊരു അർജന്റീന വിരോധിയായിട്ട് പറയുകയല്ല, അവിടെ ഗെയിം പ്രകാരമാണെങ്കിൽ അവർ ഈ ടൂർണമെന്റിൽ നേരിടാൻ പോകുന്ന ഏറ്റവും ശക്തരായ ടീം ഇംഗ്ലണ്ട് ആയിരിക്കും. അപ്പോൾ ഇംഗ്ലണ്ടിന് ഇതുവരെയുള്ള മത്സരങ്ങൾ കേപ്പ് ബാർഡി ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും അവർക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ല. അവരുടെ എക്സ്പീരിയൻസ് കൂടി ഇപ്പോൾ 2 ഗോളിന് മുന്നിൽ നിന്ന് ഈജിപ്താണ് അവസാനം 3 ഗോൾ വഴങ്ങി 79 മിനിറ്റിന് ശേഷം തോക്കുന്നത്. അത് മേ ബി ഈജിപ്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവിൻ്റെ കൂടി കാരണമാണ്. അർജന്റീനയുടെ പെർഫോമൻസിന് വില കുറച്ച് കാണുകയല്ല, പക്ഷേ ഈജിപ്ത് കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ടീമായിരുന്നെങ്കിൽ, അന്താരാഷ്ട്ര മത്സരങ്ങൾ ഒരുപാട് കളിച്ച് ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ കടന്നുപോയൊരു ടീമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കുറച്ചുകൂടി ഈ 2 ഗോളിനെ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇംഗ്ലണ്ട് ഇതേപോലെ സാഹചര്യങ്ങളോട് ഇഷ്ടം പോലെ കടന്നുപോയൊരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച പ്രീമിയർ ലീഗ് ലീഗ് മത്സരങ്ങൾ നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ആ പ്ലേയേഴ്സ് നോക്കുമ്പോഴും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സാണ്. അപ്പോൾ ഇംഗ്ലണ്ടിന് അർജന്റീനയെ തോൽപ്പിക്കാനുള്ള അർജന്റീന ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷ ഇതായിരിക്കും, ഇംഗ്ലണ്ട് തന്നെയായിരിക്കും. ഇംഗ്ലണ്ടിനെ പറ്റി പറയുമ്പോഴേ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഈ മത്സരം നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് ഹാളണ്ട് എന്നായിരുന്നു. പക്ഷേ ഹാളണ്ട് അപ്രതീക്ഷിതമായി മങ്ങിപ്പോകുന്നൊരു കാഴ്ച. അദ്ദേഹത്തിലേക്ക് പന്ത് എത്താതിരിക്കുന്നതായിരുന്നോ പ്രശ്നം, അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ കഴിയാഞ്ഞതാണോ, ഗോളാക്കി മാറ്റാൻ കഴിയാതിരുന്നാണോ എന്നുള്ള പ്രശ്നമുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു നിർണായകമായിട്ടുള്ള പിഴവും വരുത്തി. ആ നിർണായകമായ ഗോള് പെനാൽറ്റി അല്ലെങ്കിൽ അതിലേക്ക് ആ ഫൗളിലേക്ക് ഗോൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം, കാരണം അദ്ദേഹം ബോക്സിനുള്ളിൽ വരുത്തിയ ഒരു ഫൗളാണ്, എതിർ താരത്തെ പിടിച്ച് തള്ളിയിടുന്ന ആ ഒരു കാഴ്ച. അവസാനം അദ്ദേഹം പരിക്കേറ്റ് അല്ലെങ്കിൽ മാറുകയും ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഹാളണ്ട് ഇതുവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു വലിയ കൊട്ടാരം അവസാന നിമിഷം അത് വേണ്ടത്ര ഒരു അവസാനം ഉണ്ടായില്ല, ഒരു നല്ല എൻഡ് ഉണ്ടായില്ല എന്നുള്ളൊരു നിരാശ കൂടിയുണ്ട്. അതായത് ആദ്യ പകുതിയിൽ തന്നെ ഈ മത്സരത്തിൽ ഏറ്റവും ക്രൂഷ്യലായത് ഗോളല്ല, ഒരു ഗോള് നിഷേധമാണ്. അതായത് ആ പെനൽറ്റി അല്ല ഞാൻ പറയുന്നത്, സോർലോത്തിന് നല്ലൊരു ചാൻസ് കിട്ടി. അത് ഹാളണ്ട് ലെഫ്റ്റിൽ നന്നായിട്ട് ഓടുന്നുണ്ടായിരുന്നു, ഷുവർ പാസ്, അതായത് സോർലോത്തിന് നന്നായിട്ട് പാസ് കൊടുക്കാനുള്ള സമയവും ഉണ്ട്, സ്പേസും അവിടെയുണ്ട്. പക്ഷെ അദ്ദേഹം സെൽഫിഷായി കളിച്ചു, ആ ബോൾ നഷ്ടപ്പെടുത്തുകയാണ്. അത് വന്നിരുന്നെങ്കിൽ 2-0 എന്ന സ്കോറിൽ നോർവേ വൻ ലീഡിൽ നിൽക്കും. പിന്നെ തിരിച്ചടിക്കൽ ഇംഗ്ലണ്ടിന് 3 ഗോളൊക്കെ പിന്നീട് തിരിച്ചടിക്കൽ വലിയ പാഠമായിരുന്നു. മാത്രമല്ല ഒരു ഗോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാളണ്ടിൻ്റെയും കോൺഫിഡൻസ് മാറും, ടീമിൻ്റെ ആകെയും കോൺഫിഡൻസ് മാറും. ആ ഒരു ശ്രമം നഷ്ടമായത് വലിയ രീതിയിൽ നിരാശയും ഹാളണ്ടിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹാളണ്ടിൻ്റെ ടച്ച് നമുക്കറിയാം, എല്ലാ മത്സരത്തിലും വളരെ കുറഞ്ഞ ടച്ച് അദ്ദേഹം കൊടുക്കാറുള്ളൂ. പക്ഷേ എക്സ്ട്രാ ടൈമിലേക്ക് പോയ ഈ ഒരു മത്സരത്തിൽ ഹാളണ്ട് വെറും 21 ടച്ചാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പ്രത്യേകിച്ച് കാര്യമായ രീതിയിൽ ഒരു ഹെഡർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പോസ്റ്റിലേക്ക് അപകടമുണ്ടാക്കാൻ ഹാളണ്ടിന് ഇത്ര സമയം 100-150 മിനിറ്റ് കളിച്ചിട്ടും ഹാളണ്ടിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുൻപത്തെ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഒഡേഗാർഡായിട്ടും സൊർലോത്തുമായിട്ടും ഹാളണ്ടിന് ആ ഒരു കെമിസ്ട്രി പ്രോപ്പറായിട്ട് വർക്കായിരുന്നില്ല എന്നുള്ള കാര്യം തർക്കമാണ്. അതിൽ ഗുഹി അടക്കമുള്ള ഇംഗ്ലീഷ് ഡിഫൻസിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. അവർ നല്ല ഗംഭീരമായിട്ട് ഹാളണ്ടിലേക്ക് പന്തെത്താതെ നോക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. മറുവശത്തേക്ക് ബെല്ലിംഗ്ഹാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വേൾഡ് കപ്പിന് വന്നപ്പോൾ ഹാരി കെയ്ൻ ആദ്യത്തെ മത്സരം ക്രൊയേഷ്യക്കെതിരെ ഡബിൾ കൂടി അടിച്ചതോടുകൂടി ഹാരി കെയ്ൻ ഓറയിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഹാരി കെയ്നൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു 5 മത്സരങ്ങൾ കൊണ്ട് മാത്രം ജൂഡ് ബെല്ലിംഗ്ഹാം, അതായത് ബെല്ലിംഗ്ഹാം റയലിലൊക്കെ കളിക്കുന്ന കളി നമുക്ക് കണ്ടിട്ടുണ്ട്. ബെല്ലിംഗ്ഹാം ക്വാളിറ്റിയുള്ള പ്ലെയർ തന്നെയാണ്. പക്ഷേ വേൾഡ് കപ്പ് പോലെ ഒരു ബിഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അദ്ദേഹം കാണിക്കുന്നൊരു കാഴ്ച, അപ്പോൾ തുടർച്ചയായ നോക്കൗട്ടിൽ ഗോളടിക്കുന്ന ഡബിൾ അടിക്കുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമാണ്. ആദ്യത്തെ താരം എന്ന് പറയുന്നത് ഇതിഹാസ താരം പെലെയാണ്. ആ ഒരു റേഞ്ചിലേക്കൊക്കെ ആ ഒരു അവാർഡിൻ്റെ കാര്യത്തിൽ പോലും ആ ഒരു ശ്രേണിയിലേക്കൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുക, അദ്ദേഹത്തിൻ്റെ പേര് കൂടി എഴുതി വെക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 23 വയസ്സേ ആയിട്ടുള്ളൂ ജൂഡ് ബെല്ലിംഗ്ഹാമിന്. അപ്പോൾ ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു ബെല്ലിംഗ്ഹാമിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു, ഏറെക്കുറെ സ്റ്റാർ ആകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന താരം കൂടിയായിരുന്നു. പക്ഷേ ഈ വിധം ഗംഭീരമായൊരു പെർഫോമൻസ്, അതായത് കെയ്നെ വരെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് ബെല്ലിംഗ്ഹാമിൻ്റെ അടുത്ത് വരുന്നു. ലിറ്ററലി ഒറ്റയ്ക്കെടുത്ത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ ബെല്ലിംഗ്ഹാം വളരുന്നു എന്ന് പറയുന്നത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. സെമിയിൽ അർജന്റീനയ്ക്കെതിരെ ഒരു ചെറിയ നേരിയ ഒരു എഡ്ജെങ്കിലും നമുക്ക് കൽപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യം ഒരുപക്ഷെ കെയ്നല്ല ബെല്ലിംഗ്ഹാം ആണെന്ന് പറയേണ്ടി വരും. രണ്ടാമതൊരു കാര്യം, ഈ മത്സരശേഷം ടുഷേലിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഈ മത്സരം എങ്ങനെയുണ്ടായിരുന്നു, സംതൃപ്തനാണെന്നോ. അദ്ദേഹം പറയുന്നത് തീർത്തും സംതൃപ്തനല്ല എന്നാണ് പറയുന്നത്. ടുഷേൽ അത് അത്തരം
അത്ര ഒരു സുഖകരമല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് തന്നെ. ഈ മത്സരം ഞാൻ സംതൃപ്തനല്ല എന്ന് അദ്ദേഹം പറയുന്നു. മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണോ ചോദിക്കും, മെൻറ്റാലിറ്റിയുടെ പ്രശ്നമല്ല ഇത് എന്ന രീതിയിൽ അദ്ദേഹം നിരസിക്കുന്നു ആ ചോദ്യം. അപ്പം പക്ഷേ തുഷേലിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദഗതികളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ശരിയായിരുന്നു. വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഒരു ടീം പ്രഖ്യാപിക്കുകയും അതിനെ സെമി വരെ എത്തിക്കുകയും ചെയ്തതെന്നുള്ളത്. അതിന് വലിയ നേട്ടമായിരിക്കും ഒരു പക്ഷേ സെമിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പം ടീമിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടോ അതോ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ശരിയാണോ? തുഷേൽ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് സംതൃപ്തി ഇല്ലെങ്കിൽ ആ മത്സരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ സ്കോർ കാർഡല്ലല്ലോ പ്രശ്നം. അല്ല, അദ്ദേഹം ഒരു എക്സ്ട്രാ ടൈം വരെ നീണ്ട ഒന്ന് ഞങ്ങൾ ഫുൾ കോൺഫിഡൻ്റ് ആണെന്ന് പുറത്തേക്ക് വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ പറയുന്നൊരു രീതി കൂടിയായിരിക്കണം അത്. രണ്ട്, എക്സ്ട്രാ ടൈം വരെ നീണ്ടുപോയൊരു ആലസ്യം അദ്ദേഹത്തിനുണ്ടാവും. മാത്രമല്ല നോർവേ ആയിക്കോട്ടെ, അതിന് തൊട്ട് മുമ്പ് മെക്സിക്കോ ആയിക്കോട്ടെ, അതിഭയങ്കരമായ എതിരാളികളെന്ന് പറയാനില്ല, പക്ഷേ വിയർത്തിട്ടാണ് ജയിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. മാത്രമല്ല പ്രധാനപ്പെട്ട മത്സരങ്ങളിലല്ല, ഇപ്പോൾ നോക്കൗട്ടിൽ കളിച്ച മത്സരങ്ങളിലെല്ലാം ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ ഇംഗ്ലണ്ട് ആശ്രയിക്കുന്നു എന്നുള്ളതായിരിക്കും കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉണ്ടാകും. ഒരു ടീമായിട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമായിരിക്കും തുഷേൽ വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് ആ റെഡ് കാർഡിലേക്ക് കൂടി ഒന്നുകൂടി വന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം അത് തന്നെ ആയിരിക്കും. അത് അന്തിമമായിട്ട് MSKക്ക് പറയാൻ എന്താണുള്ളത്? കാരണം ചരിത്രത്തിൽ ഞാൻ പരിശോധിച്ചപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത്തരത്തിൽ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വേൾഡ് കപ്പിൽ തന്നെ പരഗ്വേ വേഴ്സസ് US മത്സരമാണെന്ന് തോന്നുന്നു, ഒരു അഭിനയത്തിന് യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ട് റിവാൾഡോയും റോബനും ബുസ്കറ്റ്സും യൂർഗൻ ക്ലിൻസ്മാനും അടക്കമുള്ളവർ ഇത്തരത്തിൽ പല വേൾഡ് കപ്പിലും അല്ലാത്ത ക്ലബ് മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ നടപടികൾ നേരിടുക അല്ലെങ്കിൽ ഈ ഇൻസിഡൻറ്റിൽ ഭാഗമാക്കുകയോ ചെയ്തപ്പെട്ട താരങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. അതായത് ഒരു അഭിനയത്തിൻ്റെ പേരിൽ രണ്ടാമതൊരു മഞ്ഞക്കാർഡ് കാണിക്കുകയും റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അർജൻറ്റീന വിരോധിയെന്നോ ഫാനെന്നോ ഉള്ളതല്ല, ഇന്നത്തെ ഈ മത്സരം അതിൻ്റെ പേരിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മേ ബി അതിൻ്റെ പേരിലും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം ആക്സിഡൻ്റലി വീണതാണോ, അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് റഫറിയോട്, പിന്നെ ഞാൻ അങ്ങനെ വീണതല്ല, അങ്ങനെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല, അതിൽ കൃത്യമായിട്ടും നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു ചരിത്രമൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലുള്ള റെഡ് കാർഡുകൾ അഭിനയത്തിന് കിട്ടിയിട്ടുണ്ട്, പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ അതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ അപ്പാർട്ട് ഫ്രം പിന്നെ അർജൻറ്റീനയുടെ പിന്നെ നമ്മളെടുത്ത് ഇന്ന് ജയേഷ് പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, അർജൻറ്റീനയുടെ ചാമ്പ്യൻ മെൻറ്റാലിറ്റിയെക്കുറിച്ച് ഇന്നും കൂടി പറയേണ്ട ഒരു സംഭവമാണ്. കാരണം അവർ അവസാന നിമിഷം വരെ അവർ പോരാടുന്നു, അവർ ജയിക്കുക. ഈ എക്സ്പീരിയൻസ്ഡ് ടീമിൻ്റെ ഗുണം എപ്പോഴും അങ്ങനെയാണ്, അവർ അവസാനം വരെ ആ ഒരു മനക്കരുത്ത് കൃത്യമായിട്ടും പ്രദർശിപ്പിക്കുന്നു. അതിൻ്റെ ഒരു വിജയമാണ് അർജൻറ്റീനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പിന്നെ ഇതേപോലത്തെ ഒരു പെനാൽറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം 98 വേൾഡ് കപ്പിൽ ഡേവിഡ് ബെക്കാമിന് ഇതേപോലെ ഒരു പെനാൽറ്റി കിട്ടിയിരുന്നു. അന്ന് ഈ നമ്മുടെ ഇപ്പോഴത്തെ കോച്ച് സിമിയോണിയെ ഫൗൾ ചെയ്തിട്ടായിരുന്നു തോന്നുന്നു അല്ലേ, ഒരു ഇതിൽ ഇതേപോലെ ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്നതും ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന മത്സരമാണ്. അപ്പം ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന മത്സരം എന്ന് പറയുമ്പോൾ ഇത് പിന്നെ പല മത്സരങ്ങൾ കണ്ടതിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഈ ഡേവിഡ് ബെക്കാമിന് അന്ന് 98 ഒരു കൗമാരക്കാരൻ എന്ന രീതിയിൽ വളരെ ആഘോഷിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയ ഒരു സംഭവമായിരുന്നു. അന്നും ഇതേപോലെ ചർച്ചയുണ്ടായിരുന്നു, ഈ റെഡ് കാർഡ് വേണ്ടിയിരുന്നോ എന്നുള്ള രീതിയിൽ. കാരണം അന്ന് ആദ്യം ഫൗൾ ചെയ്തത് ഈ നമ്മുടെ ഈ അർജൻറ്റീനയുടെ സിമിയോണിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വീണ് കിടന്ന് നിൽക്കുന്ന സമയത്ത് പോകുമ്പോഴാണ് കാലുകൊണ്ട് ചവിട്ടുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ആദ്യം മറ്റേയാൾ ഫൗൾ ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ അന്നുണ്ടായിരുന്നു. ആ റെഡ് കാർഡ് അത്യാവശ്യമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചയുണ്ടായിരുന്നു. ചരിത്രം അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ഇന്നത്തെ റെഡ് കാർഡ് എന്നുള്ളത് അഭിനയത്തിൻ്റെ ബ്രാഡ് പിറ്റ് പോലും ഞെട്ടി പിന്നെ അഭിനയമായിരിക്കാം. പക്ഷേ അത് ഈ നമ്മുടെ സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അടിയായി മാറി. കാരണം അവർ 72 മിനിറ്റ് വരെ അവരുടെ അതെ 72 മിനിറ്റ് വരെ അത് നമ്മളിപ്പം സ്വിറ്റ്സർലൻഡിലെ പിന്നെ ഈ ഫുട്ബോൾ താരങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിൻ്റെ ഇതേ സമയം വരെയും സ്വിറ്റ്സർലൻഡിനെ കുറിച്ചുള്ളൊരു ഇതെന്നുള്ളത് പല ട്രോളുകളും കണ്ടത് സ്വിറ്റ്സർലാൻഡ് എങ്ങനെയൊക്കെയോ ഈ ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ള തരത്തിലുള്ള ട്രോളുകളായിരുന്നു. ക്വാർട്ടറിലേക്ക് എത്തി വലിയ ടീമുകളൊക്കെ ഉള്ള സമയത്ത് ട്രോളുകൾ വന്നു എന്നുള്ളതാണ്. അതെ, ട്രോളുകൾ അങ്ങനെ കുറേ ട്രോളുകൾ ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ പിന്നെ പ്രധാന പ്ലേയേഴ്സിൻ്റെ പേരുകളൊന്നും ആർക്കും അറിയില്ല എന്ന തരത്തിലേക്കുള്ള സീസണൽ ഫുട്ബോൾസിൻ്റെ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി അങ്ങനെ ട്രോളുകൾക്കപ്പുറം ഈ സ്വിറ്റ്സർലൻഡ് പിന്നെ മുന്നേറിയ ഒരു മുന്നേറ്റം നമ്മൾ കൃത്യമായിട്ടും, കാരണം അവരെന്തുകൊണ്ടാണ് ഇത്രത്തോളം മുന്നേറിയത്, അങ്ങനത്തെ ട്രോളുകളൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് അർജന്റീനക്കെതിരെ കാഴ്ചവെച്ചത്. 72 വർഷം മുമ്പ് ക്വാർട്ടർ കളിച്ചിട്ടുള്ളവരാണ്. അതെ, അല്ല ഈ ട്രോളുകൾ ആരെ പഠിച്ചിട്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ എല്ലാ മത്സരങ്ങളും കണ്ടൊരു ആളെന്ന നിലയ്ക്ക് ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ഈ ഒരു റെഡ് കാർഡ് ഇൻസിഡൻറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫുട്ബോൾ കളിച്ച 2 ടീമുകളിലൊന്ന് സ്വിറ്റ്സർലൻഡും ഒന്ന്
കൊളംബിയയുമാണ്. അവർ നേരത്തെ പുറത്തായി. സ്പെയിനൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ, അതായത് സ്പെയിനൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാവരും അംഗീകരിച്ച ടീമാണ്. അപ്പോൾ ഇത്തരത്തിൽ ട്രോളുകൾ വന്നു എന്ന് പറയുന്നുണ്ട്. അത്രയും ഗംഭീരമായിട്ട് കളിച്ചു. പിന്നെ വേറൊരു കൗതുകം കൂടിയുണ്ട്. മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. വലിയൊരു കൗതുകമല്ലേ? കരിയറിൽ ആദ്യമായിട്ടാണ്. 2005 ശേഷം വലിയ ടീമുകൾക്കെതിരെ ഇതുവരെ കളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, 2005 ശേഷം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം, ഫാൾക്കനടക്കമുള്ള ഒരുപാട് കാരണങ്ങൾ പണ്ട് മറഡോണയുടെ കാലത്തെ ഉണ്ട്. മത്സരങ്ങളില്ല. അതെ, ഒരുപാട് പേടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ 2005 ശേഷം അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ കളിച്ചിട്ടില്ല സീനിയർ ലെവലിൽ. അപ്പോൾ 2005 മെസ്സി ഏകദേശം കരങ്ങേറി കളിച്ചു തുടങ്ങുന്ന സമയം. അതിനുശേഷം മെസ്സിക്കും ഇംഗ്ലണ്ടിന് നേരെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള സൗഹൃദ മത്സരം അവർ കളിക്കുന്നില്ല. കോമ്പറ്റീറ്റീവ് ഗെയിമിൽ ടൂർണമെൻറ്റിൽ ഇതുവരെ അവർ വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കൗതുകം കൂടി ഈ ഒരു മത്സരത്തിനുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താവും, ഈ പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നൊരു കൗതുകം കൂടി ഉണ്ടല്ലോ. MSK, ഞാൻ രണ്ടാമത്തെ മത്സരം അർജന്റീന ഇംഗ്ലണ്ട് വേഴ്സസ് ഇംഗ്ലണ്ട് എങ്ങനെയാണ് ഒരു സ്കോർ ലൈൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തായാലും ഒരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്തായാലും കമന്റ് അർജന്റീന വിരോധിയായിട്ട്. എൻ്റെ രാജ്യം അർജന്റീനയൊന്നുമല്ല, എൻ്റെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി ആൻഡ് മൈ ഓൾ ഇന്ത്യൻസ് ആൻഡ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെയാണ് വളരെ ഇതായിട്ട് അവരുടെ കമൻറ്റ്, അവരുടെ വിമർശനമാണ് ഞാൻ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. അപ്പോൾ അത് ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. എങ്കിൽ കൂടിയും അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒരു 2-1 ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. സ്പെയിനിൻ്റെ ആരാധകനാണല്ലോ. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്, ആ മത്സരത്തിൽ എങ്ങനെയാണ്? അല്ല, അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് ഒരു 3-2 അർജന്റീന വിജയിക്കുന്ന ഞാൻ പറയുന്നത്. ഫുൾ ടൈമിൽ തന്നെ ജയിക്കും. ഫുൾ ടൈമിൽ, എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു കഴിഞ്ഞാലും ഒരു 3-2 മാർജിൻ എന്തായാലും ഗോൾ എന്തായാലും നിറയും. കാരണം ഒന്ന്, അർജന്റീന ഡിഫൻസ് പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പുറത്ത് പിക്ഫോർഡ് ആണെന്നുള്ളതാണ് അർജന്റീന ഫാൻ എന്നുള്ളതിലേക്ക് നമ്മൾ ഏറ്റവും വലിയ ധൈര്യം. നിർണായക മത്സരത്തിൽ അദ്ദേഹം മണ്ടത്തരം വാങ്ങിക്കൂണിക്കുന്ന ഒരു കീപ്പർ കൂടിയാണ് പിക്ഫോർഡ്. അപ്പോൾ ഒരു 3-2 മാർജിനിൽ അർജന്റീന ജയിക്കുമെന്നാണ് പ്രതീക്ഷാ വിശ്വാസം. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മാച്ചിൽ ഫ്രാൻസിന് കുറേ കൂടി ഓർഗനൈസായി എതിരെ കളിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് പൊളിയും. ഫ്രാൻസിനെ പൊളിക്കാൻ പറ്റും സ്പെയിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു 2-1 മാർജിനിൽ സ്പെയിനും ജയിക്കുമെന്ന് പറയുന്നു. മിക്കവാറും ഏറെ കയറും. ഇനി അനുവേണ്ടം കൂടി ഏറെ കയറും. ഞാൻ സ്കോർ ലൈൻ പറഞ്ഞില്ല, വേണമെങ്കിൽ പറയാം. ഒരു കൗതുകം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് അർജന്റീനയെ സംബന്ധിച്ച് ഈ ഫുട്ബോൾ ആരാധകർക്ക്, അർജന്റീന ഫാൻസിന് ആവേശം വരുന്നൊരു കാര്യം കൂടി പറയാം. അതായത് അർജന്റീന ഇതുവരെ കളിച്ചിട്ടുള്ളത് 5 സെമി ഫൈനലാണ്, 6 ഫൈനലും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കൗതുകമുണ്ട്. ഒരു സെമി ഫൈനൽ കളിക്കാതെ ഫൈനൽ കളിച്ചു വന്നാൽ 78 അവർ ആദ്യം ചാമ്പ്യന്മാരാകുന്ന ഘട്ടത്തിൽ ആ ഫൈനൽ എന്ന് പറയുന്ന അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അതിൻ്റെ ഘടന എങ്ങനെയായിരുന്നു? ആ ലോകകപ്പിൻ്റെ സെമി ഫൈനൽ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ തവണ 30 1930 തുടങ്ങി 6 തവണ അവർ ഫൈനൽ കളിച്ചിട്ടുണ്ട്. അതിൽ 3 തവണ ചാമ്പ്യന്മാരായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ കൗതുകം എന്ന് പറഞ്ഞാൽ ഈ സെമി എപ്പോഴൊക്കെ സെമിയിലെത്തിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ അവർ ഫൈനൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തവണയും സെമി കളിച്ചാൽ അർജന്റീന ഫൈനലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് ചരിത്രം പറയുന്നത്. പക്ഷേ കളി ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്താണ്. പക്ഷേ ഇന്നത്തെ കളി നോക്കുമ്പോൾ 2 കളി കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. അർജന്റീനയുടെ കളി എന്നെ സംബന്ധിച്ച് തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു കളിയായിരുന്നു. മറുഭാഗത്തെ ഇംഗ്ലണ്ട് അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സ്കോർ ലൈൻ തീർച്ചയായിട്ടും കൃത്യമായിട്ടൊരു ഇംഗ്ലണ്ടിന് നേരെ എഡ്ജ് കൊടുക്കാൻ തോന്നുന്നു. ഒരു 2-1 പ്രതീക്ഷിക്കാൻ തോന്നുന്നു. എന്തായാലും ഇത് തന്നെയായിരിക്കാം. സ്പെയിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഈ പറഞ്ഞ അത് ജയേഷ് വ്യക്തമായിട്ട് കൃത്യമായിട്ട് പരീക്ഷ, കാരണം ഫ്രാൻസ് ഇതേ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല കാര്യമായിട്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ യൂറോപ്യൻ പോരിൽ അവർ ജയിക്കും എന്നുള്ളതാണ്. ഞാനൊരു 2-0 ഫ്രാൻസിന് പ്രഖ്യാപിക്കും. ഓക്കെ, റൈറ്റ്. അല്ല, മറിച്ച് അവിടെ ഇപ്പുറത്തെ 2 പേരുണ്ട്, വെല്ലിംഗ്ഹാമും ഉണ്ട്, ആരികേനുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവരെയും ഗോൾ പോയി 7 ഗോൾ അടിച്ച് ഹാളൻഡ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ ബൂട്ട് റേസിലുള്ള പ്ലേയേഴ്സ് എല്ലാം സെമിയിലേക്കും വരുന്നു എന്നുള്ളത് ഒരു കൗതുകമാണ്. ഫൈനൽ വരെ ആ കൗതുകം പോട്ടെ. ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോരാട്ടം കൂടി നടക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഇത് വലിയൊരു മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. അർജന്റീന ആരാധകരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത. അവർ സെമി ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു. സെമിയിൽ ഇംഗ്ലണ്ടാണ് എതിരാളികൾ. മറുഭാഗത്ത് ഫ്രാൻസ് സ്പെയിൻ പോരാട്ടവും കൂടി നേരത്തെ സെറ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞാണ്. അപ്പോൾ 2 സെമി ഫൈനൽ പോരാട്ടങ്ങൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഞായറാഴ്ചയാണ് ഫൈനൽ. തീർച്ചയായിട്ടും തീപാറുന്ന മത്സരങ്ങൾ തന്നെയാണ് ഇനിയും. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം അടുത്ത ദിവസങ്ങളിൽ. നമസ്കാരം.